ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാൻ നോമൻക്ലേച്ചർ എന്ന ടോപ്പിക്കാണ്. അതിന്റെ ആദ്യത്തെ രണ്ട് റൂളുകളായ റൂൾസ് ഓഫ് പ്രയോറിറ്റിയും നോമൻക്ലേച്ചർ ടൈപ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അടുത്ത റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാം വീഡിയോയിലേക്ക്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ആണ് റാങ്ക്സ് ഓഫ് ടാക്സ റാങ്കുകൾ. എന്താണ് ടാക്സ് അല്ലെങ്കിൽ ടാക്സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ നമ്മൾ വിവിധ കാറ്റഗറിയിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, തുളസി എടുക്കാം. തുളസി എന്ന് പറയുന്നത് ഒരു ടാക്സോൺ തന്നെയാണ്. ആ തുളസി ഉൾപ്പെടുന്ന ഒരു സ്പീഷീസ് ഉണ്ടാവും. സ്പീഷീസ് എന്ന് പറഞ്ഞ മറ്റൊരു ടാക്സോൺ ആണ്. ഓസിമം സാങ്ക്ടം എന്ന തുളസിയിലെ സാങ്ക്ടം ആണ് സ്പീഷീസ്. ഓസിമം ജീനസ് ആണ്. അതിന്റെ ഫാമിലിയുടെ പേര് ലാമിയസി. ഓർഡറിന്റെ പേര് ലാമിയസ്. ദെൻ അതിന്റെ ക്ലാസ് ഡൈകോട്ടിലിഡനെ. ഡിവിഷൻ ആൻജിയോസ്പെർമി. ദെൻ കിങ്ഡം പ്ലാന്റ്. ഈ പറഞ്ഞ ഓരോ റാങ്കുകൾ, ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓരോ ഹൈറാർക്കീസും ഓരോ ടാക്സോണുകളാണ്. ഒരു പ്ലാന്റിനെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാലും ഏത് ടാക്സോണി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാലും ആ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ആ റാങ്കുകളെ, തലങ്ങളെയാണ് ടാക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സോണിനെ ഏതെങ്കിലും റാങ്കിലുള്ള ഒരു ടാക്സോണി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അതായത് ഈ പറഞ്ഞ കണക്ക് ഓരോരോ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓരോ ഗ്രൂപ്പിലും ഉള്ള വാക്കുകളെ എന്ന് പറയാൻ ടാക്സോൺ എന്ന് പറയാം. ഓരോ സസ്യത്തെയും തുടർച്ചയായ ഉയർന്ന റാങ്കുകൾ ഉൾപ്പെടുത്തുന്നു. ഓസിമം സാങ്ക്ടത്തിന് നമ്മൾ ഉയർന്ന് ഓരോ റാങ്കുകൾ ഉൾപ്പെടുത്തില്ലേ? അപ്പൊ അതുപോലെ ഓരോ പ്ലാന്റുകളെയും ഇതുപോലുള്ള ടാക്സോൺ ഉയർന്നു വരുന്ന ടാക്സോണുകൾ അല്ലെങ്കിൽ റാങ്കുകളിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഉൾപ്പെടുന്ന ആ പ്ലാന്റിനെ അല്ലെങ്കിൽ അതിന്റെ സ്പീഷീസിനെയാണ് അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഏത് പ്ലാന്റിനെയാണോ ഇങ്ങനെ ഉയർന്ന തലങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതാണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാന യൂണിറ്റ് സ്പീഷീസ് ആണ്. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടാക്സോണുകൾ തന്നെയാണ്. ഈ ടാക്സോണുകളാവുന്ന സ്പീഷീസ് ആണ് ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കോൾ ലിനിയേഴ്സ് അല്ലേ? എല്ലാവരും അംഗീകരിച്ചൊരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് കോൾ ലിനിയേഴ്സ് ആണ്. അദ്ദേഹം ഓരോ പ്ലാന്റുകളെയും അതുപോലെ ഓരോ അനിമൽസിനെയും 7 റാങ്കുകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയത്. 7 ടാക്സോണുകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവിടെ അങ്ങനെ ടാക്സോണിൽ ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ സമാനതകൾ, ഓരോ ജീവികളും തമ്മിലുള്ള സമാനതകളുടെയും പരിണാമ ബന്ധങ്ങൾ, ഫൈലോജിനിയുടെ അടിസ്ഥാനത്തിലാണ് ജീവികളെ ഓരോരോ റാങ്കുകൾ അല്ലെങ്കിൽ ടാക്സോണമി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി ലിനേഴ്സിന്റെ ആ 7 റാങ്കുകൾ അല്ലെങ്കിൽ 7 ടാക്സോണുകൾ അവരോഹണ ക്രമത്തിൽ പറയുകയാണ്. അവരോഹണ ക്രമത്തിൽ ഉയർന്ന തലത്തിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ഏറ്റവും മുകളിൽ ഉള്ളതാണ് കിങ്ഡം. അതായത് ക്ലാസിഫിക്കേഷന്റെ ഉയർന്ന ടാക്സോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും കിങ്ഡം ആയിരിക്കും. കിങ്ഡത്തിലാണ് അവസാനിക്കുന്നത്. തൊട്ട് താഴെ ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം. പ്ലാന്റ്സിനാണ് ഡിവിഷൻ എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന ടാക്സോൺ കൊടുക്കുന്നതെങ്കിൽ അനിമൽസിനാണ് ഫൈലം കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെയാണ് ക്ലാസ് വരുന്നത്. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന അതിന്റെ ലാറ്റിൻ വേർഡുകളാണ് കേട്ടോ. ക്ലാസ് ഡിവിഷനും താഴെ ആയിരിക്കും. അതിന് താഴെ ഓർഡറുകൾ, അതിന് താഴെ ഫാമിലി ഒരു കുടുംബം, പിന്നെ ജീനസ്, സ്പീഷീസ്. കിങ്ഡത്തിന് മുകളിൽ ഉയർന്ന തലം ഉണ്ടെങ്കിൽ അതിന് ഡൊമൈൻ എന്ന് പറയും. 6 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി കോൾസ് വൂസ് തയ്യാറാക്കിയത് ഡൊമൈനിലാണ്. കിങ്ഡത്തിന് മുകളിൽ 3 ഡൊമൈനുകളായിട്ടാണ് അദ്ദേഹം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തയ്യാറാക്കിയത്. അപ്പൊ കിങ്ഡത്തിന്റെ മുകളിലുള്ള റാങ്ക് ആണ് ഡൊമൈൻ ആയിട്ട് കണക്കാക്കുന്നത്. കോൾ ലിനേഴ്സിന്റെ ഹൈറാർക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ 7 റാങ്കുകളായിരുന്നു. ഏറ്റവും ലോവസ്റ്റ് സ്പീഷീസും ഹയസ്റ്റ് കിങ്ഡം ആയിരുന്നു. എന്നാൽ മറ്റു ചില സയന്റിസ്റ്റുകൾക്ക് കിങ്ഡത്തിന് മുകളിൽ ഡൊമൈൻ വന്നെന്ന് പറഞ്ഞു. ലോവസ്റ്റ് ടാക്സോണായ സ്പീഷീസിന് താഴെയും ചില റാങ്കുകൾ കാണപ്പെടുന്നു. ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന 5 റാങ്കുകൾ മാത്രമാണ്. അതായത് ഉപജാതികൾ, സബ്സ്പീഷീസ് എന്ന് പറയും. പിന്നെ വെറൈറ്റി, വേരിയേറ്റുകൾ അല്ലെങ്കിൽ വൈവിധ്യം എന്ന് പറയും. അതുപോലെ ഉപവർഗം, സബ് വെറൈറ്റി, അല്ലെങ്കിൽ സബ് വേരിയേറ്റുകൾ എന്ന് പറയും. അല്ലെങ്കിൽ ഫോം, അടുത്തത് ഫോം എന്നൊരു പുതിയൊരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉപരൂപം, സബ് ഫോം. ഇങ്ങനെ സ്പീഷീസിന് താഴെ 5 റാങ്കുകൾ മാത്രമേ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള റാങ്കുകൾ ഒരെണ്ണം വരുന്നു ഫോം കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗസിന്റെ ക്ലാസിഫിക്കേഷനാണ് ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത്. അധിക റാങ്കായ ഫംഗസുകളുടെ വ്യത്യസ്ത ടാക്സുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫോം ഉപയോഗിക്കുന്നത്. ഈ സുപ്ര അല്ലെങ്കിൽ സബ് എന്നീ പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപകുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഉപജാതികൾക്ക്, സബ് ഫാമിലിക്കോ സബ് സ്പീഷീസിനോ വേണ്ടിയിട്ടായിരിക്കും സുപ്ര അല്ലെങ്കിൽ സബ് എന്ന വാക്കുകൾ അതിന് മുമ്പിൽ ഉപയോഗിക്കുന്നത്. സബ് എന്ന് കണ്ട് സബ് സ്പീഷീസ്, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപകുടുംബങ്ങൾ, സബ് ഫാമിലീസിനോ അല്ലെങ്കിൽ ഉപജാതികൾക്കോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡുകളുടെ ടാക്സ് ഒക്കെ, അതായത് ക്രോസ് ചെയ്ത് ഉണ്ടാകുന്ന പുതിയ
സ്പീഷീസുകളുടെ ടാക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നോത്തോ എന്ന പ്രിഫിക്സ് ആണ്, നോത്തോ എന്ന പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് കുടുംബത്തിനും ജീനസിനും ഇടയ്ക്ക്, ജീനസ് മീൻസ് ജീനസിനും ഇടയ്ക്ക് പുതിയൊരു ടാക്സോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ട്രൈബ് അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയും. പക്ഷെ ഇത് ഓപ്ഷണലായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വലിയ വലിയ കുടുംബങ്ങളിൽ, ലെഗ്യൂമിനേസിയ പോലുള്ള വലിയ കുടുംബങ്ങളിലായിരിക്കും കൂടുതലും ട്രൈബ് അല്ലെങ്കിൽ ഗോത്രം എന്ന പുതിയൊരു റാങ്ക് ഉപയോഗിക്കുന്നത്. അത് കുടുംബത്തിനും ജീനസിനും ഇടയ്ക്കാണ് ഉപയോഗിക്കുന്നത്. വലിയ കുടുംബങ്ങളിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. സാധാരണ ഉപയോഗിക്കാറുള്ളൂ, ഓപ്ഷണലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള റാങ്ക് ആണെങ്കിൽ ആ ടാക്സോണിന്റെ ഫ്രണ്ടിലായിട്ട് സൂപ്പർ എന്ന് പ്രിഫിക്സ് ചേർക്കാം. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ സ്പീഷീസ് ആണെന്ന് അറിയാം, അതിനും താഴെയുള്ളതിനെ ചേർക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സബ് എന്ന റാങ്കിൽ ഉപയോഗിക്കുന്നത്. സബ് എന്ന് പ്രിഫിക്സ് ചേർക്കുന്നുണ്ട്. അതിനേക്കാൾ താഴെ, സബിനും താഴെയുള്ള റാങ്ക് ആണെങ്കിൽ അതിന് ഇൻഫ്ര എന്ന പ്രിഫിക്സ് ചേർത്തായിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പൊ സൂപ്പർ എന്ന് കണ്ടാൽ, പ്രിഫിക്സിൽ സൂപ്പർ എന്ന വാക്ക് കണ്ടാൽ അതിന്റെ അർത്ഥം ഏറ്റവും ടോപ്പിലുള്ള റാങ്ക് ആണെന്നും, ഇൻഫ്ര എന്ന റാങ്ക് കണ്ടാൽ, അതായത് ഇൻഫ്ര എന്ന പ്രിഫിക്സോട് കൂടി റാങ്ക് കാണുകയാണെങ്കിൽ, കാറ്റഗറി കാണുകയാണെങ്കിൽ അത് സബിനേക്കാൾ താഴെ, സ്പീഷീസിനും അതിന് താഴെയുള്ള സബിനേക്കാൾ താഴെയുള്ള റാങ്ക് ആണെന്ന് മനസ്സിലാക്കാം. ഈ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ഉയർന്ന റാങ്ക് എന്ന് എപ്പോഴും കണക്കാക്കുന്നത് കിങ്ഡത്തിനെയും, താഴ്ന്ന റാങ്ക് എപ്പോഴും സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിലാണെങ്കിൽ ടോപ്പിലുള്ള റാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും കിങ്ഡവും ലോവസ്റ്റ് ടാക്സോൺ സ്പീഷീസും ആയിരിക്കും. അതായത് ചെറിയ ടാക്സോൺ എപ്പോഴും സ്പീഷീസും വലിയ ടാക്സോൺ കിങ്ഡമാണ്. മറ്റ് സയന്റിസ്റ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പുതിയ പുതിയ റാങ്കുകൾ വരുന്നത്. അപ്പോൾ ടാക്സ എന്ന റാങ്കിനെ കുറിച്ചായിരുന്നു മൂന്നാമത്തെ തത്വത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ തത്വത്തിൽ പറയുന്നത് ഈ ടാക്സുകൾക്ക് എങ്ങനെ പേര് നൽകാം, നെയിംസ് ഓഫ് ടാക്സ. ടാക്സോണിന് എങ്ങനെയാണ് പേര് നൽകുന്നത്? ആ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട തത്വങ്ങളും നിയമങ്ങളുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓരോ ടാക്സോണിനും നൽകേണ്ട പേരുകൾ ലാറ്റിൻ ഭാഷയിലോ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കുകളൊന്നും ആയിരിക്കണം. അത് റൂൾസിലെ പ്രധാന ഒരു ഭാഗമാണ്. നമുക്ക് ടാക്സയ്ക്ക് പേര് നൽകാം. ആർക്ക് വേണോ ചെടികളെ കണ്ടുപിടിക്കാം, പുതിയ കണ്ടുപിടുത്തം നടത്താം, അത് സബ്മിറ്റ് ചെയ്യാം, അതിന് പേര് നൽകാം, നമുക്ക് ഉദ്ദേശിക്കുന്ന പേരുകൾ നൽകാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നൽകുന്ന പേരുകളെല്ലാം ലാറ്റിൻ ഭാഷയിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് മാറ്റം വരുത്തിയ വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഡിജിറ്റാലിസ് എന്ന വാക്ക് എടുക്കാം. ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞൊരു ജീനസ് ആണ്. ഈ ഡിജിറ്റാലിസ് എന്ന വാക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഫോക്സ് ഗ്ലോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡിജിറ്റാലിസ് എന്ന വാക്ക് ജീനസ് ആയിട്ട് വന്നിരുന്നത്. ഇനി നമ്മളൊരു പേര് നൽകുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന ചില പേരുകൾക്ക് പോളിനോമിയൽ നോമൻക്ലേച്ചർ ആയിരുന്നു ഒരുപാട് വാക്കുകളുള്ള പേരുകളിൽ നൽകിയിരുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ദ്വിനാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് കോൾസ് ലിനേഴ്സ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ ഒരു നിയമത്തില് ജീവികൾക്ക് നൽകേണ്ട പേരുകളിൽ 2 വാക്കുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. പേരുകൾ നൽകുമ്പോൾ ആ പേരില് 2 വാക്കുകൾ മാത്രം ഉണ്ടായിരിക്കണം. ശാസ്ത്രീയ നാമങ്ങൾക്ക് 2 വാക്കുകൾ. അതിൽ ഒന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞത് ഇപ്പോഴും ജീനസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം. രണ്ടാമത്തെ വാക്ക് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്തായിരിക്കണം. ജീനസ് നെയിം എഴുതുമ്പോൾ, ജീനസ് നാമം എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലും വലിയ അക്ഷരത്തിലും, സ്പീഷീസ് നെയിം എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ സ്മാൾ ലെറ്ററിലും ചെറിയ അക്ഷരത്തിലും വേണം എഴുതേണ്ടത്. അത് റൂൾ തന്നെയാണ്. ഇപ്പൊ മാൻജിഫറ ഇൻഡിക്ക നമ്മൾ എഴുതുമ്പോൾ എം ക്യാപിറ്റൽ ലെറ്ററും ഇൻഡിക്കയുടെ ഐ സ്മാൾ ലെറ്ററിലാണ് എഴുതുന്നത്. ഹോമോസാപ്പിയൻസ് എഴുതുമ്പോൾ എച്ച് ക്യാപിറ്റൽ ലെറ്ററും എസ് സ്മാൾ ലെറ്ററിലാണ് എഴുതുന്നത്. അത് ജീനസ് നെയിം എപ്പോഴും ആദ്യമായിരിക്കണം, അത് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും. സ്പീഷീസ് നെയിം രണ്ടാമതും, അത് തുടങ്ങുന്നത് സ്മാൾ ലെറ്ററും ആയിരിക്കണം. ഈ 2 വാക്കുകളെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്യാപ്പും ഉണ്ട്, ചേർത്തെഴുതാൻ പാടില്ല, ഗ്യാപ്പും ഉണ്ടായിരിക്കണം. ഇനി അത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ വേണം പ്രിന്റ് ചെയ്യാൻ. ഇറ്റാലിക്സിൽ ചരിച്ച് വരുന്ന രീതിയിൽ, പേര് ചരിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്യേണ്ടത്. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ജീനസ് നെയിം, സ്പീഷീസും ലാറ്റിൻ വേർഡ് എന്ന് അറിയാൻ വേണ്ടി സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്ത് വേണം എഴുതാൻ. കൈകൊണ്ട് എഴുതുമ്പോൾ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്തോ, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്ത് വേണം ലാറ്റിൻ നാമങ്ങൾ എഴുതേണ്ടത്, അതായത് ടൈപ്പ് ചെയ്യേണ്ടത്. സ്പീഷീസ് നെയിം എഴുതുമ്പോൾ എപ്പോഴും സ്മാൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്പീഷീസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലും എഴുതി കാണാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ പേരിലാണ് സ്പീഷീസ് നെയിം അറിയപ്പെടുന്നതെങ്കിൽ ആ മഹത് വ്യക്തിയെ, അദ്ദേഹത്തിനുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതി കാണാറുണ്ട്.
സ്പീഷീസ് ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പൈനസ് കോൾട്ടറി. പൈനസ് ജീനസ് ആണ്, ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീഷീസ് ആണ് കോൾട്ടറി, പക്ഷെ അത് സി കണ്ടോ, അതും ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ റൂൾ അനുസരിച്ച് സി സ്മാൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ കോൾട്ടറി എന്ന വാക്ക് എന്തുകൊണ്ട് ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തു? അതായത് വില്യം കോൾട്ടർ എന്ന മഹത് വ്യക്തിയുടെ പേരിൽ നിന്നാണ് സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനാർത്ഥമാണ് നമ്മൾ സി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സന്ദർഭങ്ങളിൽ സ്പീഷീസ് നെയിമും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതുന്നത്. പേര് ആരാണോ നൽകിയത് ആ വ്യക്തിയുടെ പേരും ചുരുക്കെഴുത്ത് രൂപത്തിൽ അബ്രിവേറ്റഡ് ഫോമിൽ നമുക്ക് സ്പീഷീസ് നെയിമിന് ശേഷം എഴുതി കാണിക്കാം. അതും റൂളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കോൾ ലിനേസ് ഒരുപാട് പേരുകൾ സംഭാവന ചെയ്തു. മാഞ്ചിഫറ ഇൻഡിക്ക നൽകിയത് കോൾ ലിനേസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്കയ്ക്ക് ശേഷം LINN എന്നൊരു ചുരുക്കെഴുത്ത് കാണും. അത് ആ വ്യക്തിയെ, ലിനേസിനെ സൂചിപ്പിക്കും. അപ്പൊ ആരാണോ പേര് നൽകിയത് ആ ഓതറിന്റെ, ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ആ പേരിന്റെ ചുരുക്കെഴുത്ത് കാണിക്കാം. അത് സ്പീഷീസ് നെയിമിന് ശേഷമായിരിക്കും എഴുതുന്നത്. കുറച്ച് ചുരുക്കെഴുത്തോടെ കൊടുത്തിട്ടുണ്ട്. അനോണസ് കോമോസ കണ്ടോ, LINN എന്ന് കൊടുത്തിരിക്കുന്നത്. എൽ എന്നുള്ളത് കോൾസ് ലിനേസിനെയാണ്. ബന്ധം എന്ന് കൊടുത്താൽ അത് ജോർജ് ബെന്തമിനെയും, ആർബിയർ എന്ന് കണ്ടാൽ അത് റോബർട്ട് ബ്രൗണിനെയും, DC എന്ന് കണ്ടാൽ APD കാൻഡോളിനെയും, ADs എന്ന് കണ്ടാൽ അൽഫോൺസ് D കാൻഡോളിനെയും സൂചിപ്പിക്കും. ഒരുപാടുണ്ട്, കുറച്ച് ചുരുക്കെഴുത്ത് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതുപോലെ ഒരു സ്പീഷീസ് നെയിമിന് ശേഷം ചുരുക്കെഴുത്തുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ, ആ പേര് നൽകിയ വ്യക്തിയുടെ ചുരുക്കെഴുത്തായിരിക്കും നൽകിയത്. പിന്നെ റൂളിൽ പറയുന്ന ഒരു കാര്യമാണ്, ഓരോ ടാക്സോണും നൽകുന്ന വാക്കുകൾ, പേരെന്ന് പറയുന്നത് എപ്പോഴും വ്യക്തമായിരിക്കണം, ചെറുത് സ്മാൾ ആയിരിക്കണം, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ഈസി ടു പ്രൊനൗൺസ് എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അത് പാടായിരിക്കും, ഇംഗ്ലീഷുകാർക്ക് വളരെ ഈസി ആയിട്ട് ഇത് പറയും. നമ്മൾ പല പേരും പറയാൻ ശ്രമിക്കുമ്പോൾ അണപ്പല്ല് വരെ തെറിച്ചു പോകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ റൂൾസിൽ പറയുന്നത് ഏറ്റവും ചെറിയ ഈസി ആയിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന വാക്കുകളായിരിക്കണം, എളുപ്പമുള്ള വാക്കുകൾ, വ്യക്തമായിട്ടുള്ള വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ റൂളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ടാക്സോണിനെ അംഗീകരിച്ച ഒരു നാമം മറ്റൊരു പ്ലാന്റിന് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഒരു പ്ലാന്റിന് ഒരു പേര് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ അത് മാവിന് മാത്രം ഉള്ളതാണ്. പ്ലാവിന് മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു ചെടിക്ക് തന്നെ ആ പേര് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ടാക്സോണിന് അംഗീകരിച്ച ഒരു നാമം മാത്രമേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വാക്കുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. മാഞ്ചിഫ്ര ഇൻഡിക്ക ഫോർ മാംഗോ ട്രീ, വേറൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. സയന്റിഫിക് നെയിമായിട്ട്, ശാസ്ത്രീയ നാമമായിട്ട് മറ്റൊരു പേര് ഉപയോഗിക്കാൻ പാടില്ല. മാഞ്ചിഫ്ര ഇൻഡിക്ക അംഗീകരിച്ചതാണ്, ഇനി അതിനെ മാറ്റം വരുത്താൻ പറ്റില്ല. കുടുംബങ്ങളുടെ പേര് അവസാനിക്കുന്ന എപ്പോഴും CEAയിലോ അല്ലെങ്കിൽ Aയിലോ ആയിരിക്കണം. ഫാമിലിയുടെ നെയിം എഴുതുമ്പോൾ, ഇപ്പോൾ മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന മാവിന്റെ ഫാമിലി അനാകാർഡിയേസി, അത് എഴുതുമ്പോൾ അതിന്റെ അവസാനം CEA എന്നായിരിക്കും. അതുപോലെ ലേബിയേറ്റ് എന്ന് എഴുതുമ്പോൾ അതിന്റെ TAEയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഫാമിലിയുടെ പേര് എഴുതുമ്പോൾ CEAയിലോ അല്ലെങ്കിൽ Aയിലോ അവസാനിക്കാറുണ്ട്. അതുപോലെ ഓർഡറിന്റെ പേര് എഴുതുമ്പോൾ എപ്പോഴും ALESൽ അവസാനിക്കണം. റോസെയിൽസ് എഴുതിയിരിക്കുന്ന നോക്കൂ, റോസെയിൽസിന്റെ അവസാനം ALES ആണ്. അപ്പൊ അങ്ങനെ ഒരു വാക്ക് കണ്ടാൽ അതിനർത്ഥം അത് ഓർഡർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് റൂളിൽ പറയുന്ന കാര്യമാണ്. ഫാമിലി CEAയിലോ അല്ലെങ്കിൽ Aയിലോ അവസാനിക്കണം, ഓർഡർ ALESൽ അവസാനിക്കണം. ഇനി സസ്പീഷീസും വെറൈറ്റി നെയിമും വരുന്നുണ്ടല്ലോ. സ്പീഷീസിന് താഴെ സസ്പീഷീസ്, ചിലപ്പോൾ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ അതിന്റെ വെറൈറ്റികൾ വരില്ല. അതിന്റെ പേര് എങ്ങനെ എഴുതുന്നു നോക്കാം. ആഞ്ചലിക്ക ആർക്കാഞ്ചലിക്ക എന്ന പ്ലാന്റിന്റെ സസ്പീഷീസിന്റെ പേരാണ് ഹിമാലാരിക്ക. അത് എഴുതിയിരിക്കുന്നുണ്ട് SSP, സസ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഒരു പ്ലാന്റിന്റെ വെറൈറ്റി നെയിം എങ്ങനെയാണ് എഴുതുന്ന നോക്കാം. യൂപ്ലൂറം ഫാൾക്കേറ്റം, സസ്പീഷീസ് യു ഫാൾക്കേറ്റം, വെറൈറ്റി ഹോപ്പ് മിസ്റ്റർ. ഇവിടെ SSP എന്ന് ഉദ്ദേശിക്കുന്നത് സസ്പീഷീസിനെയും VAR ഉദ്ദേശിക്കുന്നത് വെറൈറ്റി നെയിമിനെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഹോപ്പ് മിസ്റ്റർ എന്ന പേര് വന്നത് ഹോപ്പ് മിസ്റ്റർ എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. സ്റ്റീവൻസ് എന്ന സയന്റിസ്റ്റിന്റെ അഭിപ്രായത്തില് പ്ലാങ്ക്ഡ് ഹൈറാർക്കി, അതായത് എങ്ങനെയാണ് ഹൈറാർക്കികളുടെ അവസാനം പേരുകൾ വരേണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. കിങ്ഡം, ബയോണ്ട, പക്ഷെ നിലവിൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡിവിഷൻ, ഫൈറ്റ, താലോഫൈറ്റ, ബ്രയോഫൈറ്റ എന്ന പോലെ ഫൈറ്റയിൽ അവസാനിക്കണം. സബ് ഡിവിഷൻ ആണെങ്കിൽ ഫൈറ്റിന, ക്ലാസ് ആണെങ്കിൽ ഓപ്സിഡ, ബ്രയോപ്സിഡ എന്ന് പറയുന്നതാണ്. സബ് ക്ലാസ് ആണെങ്കിൽ ഓപ്സിഡേ അല്ലെങ്കിൽ IDA അതിൽ അവസാനിക്കുക. ഓർഡർ ആണെങ്കിൽ ALESല്, സബ് ഓർഡർ ആണെങ്കിൽ INEAയിൽ അവസാനിക്കണം. ഫാമിലി നേരത്തെ പറഞ്ഞത് ACEAയിൽ അവസാനിക്കണം. അതുപോലെ സബ് ഫാമിലി ആണെങ്കിൽ OIDEAയിലും, ട്രൈബ് ഗോത്രം EACയിലും, സബ് ട്രൈബ് ആണെങ്കിൽ INEയിലും അവസാനിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
ടാക്സോണിന് പേര് നൽകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമിന കൺസർവേന്റ്, അതായത് നിലനിർത്തേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട പേരുകൾ. ഇതിന്റെ അർത്ഥം എന്താ? ഓരോ റൂളിലും പറയുന്നുണ്ട് പേരുകൾ എങ്ങനെ നൽകണമെന്ന്. എന്നാൽ ഈ റൂളുകൾ വരുന്നതിന് മുമ്പ് സയന്റിസ്റ്റുകൾ പേരുകൾ നൽകിയിട്ടുണ്ട്. ഈ പേരുകൾ ലോകം മുഴുവൻ ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും, ലോകം അംഗീകരിച്ചിട്ടുണ്ട്. വളരെ പഴയ കാലം മുതലേ അത് പ്രാചീനമായിട്ട് ഉപയോഗിച്ച് വരുന്ന പേരുകളായിരിക്കും. അങ്ങനെ ഒരു പേര് പെട്ടെന്ന് ഇനി മാറ്റാൻ കഴിയില്ല, റൂൾ അനുസരിച്ച് മാറ്റാൻ കഴിയില്ലെങ്കിൽ ആ പേരുകളെ സംരക്ഷിക്കണം. അതാണ് നോമിന കൺസർവേന്റ്. അങ്ങനെയുള്ള പേരുകൾ നമുക്ക് സംരക്ഷിച്ചേ മതിയാവും. പഴയ പേരാണെങ്കിലും ചിലപ്പോൾ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ആ പേരുകൾ വന്നതെങ്കിൽ പോലും ആ പേരുകളെ നമുക്ക് സംരക്ഷിക്കേണ്ടി വരും. അതാണ് നോമിന കൺസർവേന്റ്. അതിൽ ചിലപ്പോൾ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ജീനസിന്റെയോ പേരുകൾ സംരക്ഷിക്കേണ്ടി വരും. അതാണ് നോമിന ജനീറ കൺസർവേന്റ. ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജീനസ് നെയിം നമുക്ക് കൺസർവ് ചെയ്യേണ്ടി വരും, നിലനിർത്തേണ്ടി വരും, മാറ്റാൻ കഴിയില്ല. റൂളിന് എഗെയിൻസ്റ്റ് ആണെങ്കിലും അത് നിലനിർത്തണം. അതാണ് നോമിന ജനീറ കൺസർവേന്റ. നമ്മൾ കോഡ് അല്ലെങ്കിൽ റൂൾ പറഞ്ഞപ്പോൾ, നോമൻക്ലേച്ചർ ടൈപ്പ് പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരു കുടുംബത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ അതെപ്പോഴും അതിന്റെ ടൈപ്പ് ജീനസ് എന്നായിരിക്കും എടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊരു കുടുംബത്തിന്റെയും ആ കുടുംബത്തിന്റെ പേര് എന്നാൽ അതിന്റെ ടൈപ്പ് ജീനസിനെ റെപ്രസെന്റ് ചെയ്തേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ മഗ്നോളിയസ് എന്ന ഫാമിലി, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മഗ്നോളിയസ് എന്ന ഫാമിലിയുടെ പേര് വരാൻ കാരണം മഗ്നോളിയ എന്ന ജീനസ് അതിന്റെ ടൈപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് മഗ്നോളിയേസി എന്ന പേര് വന്നത്. അതുപോലെ അനോണേസി എന്ന പേര് വന്നത് അതിന്റെ ടിപ്പിക്കൽ ടൈപ്പ് എന്ന് പറയുന്ന ജീനസ് എന്ന് പറയുന്നത് അനോണ എന്ന ടൈപ്പ് ഉള്ളത് കൊണ്ടാണ് അനോണേസിന്റെ ഫാമിലി വന്നത്. അതുപോലെ റെനങ്കുലീസിയെ, റെനങ്കുലസ് എന്ന ജീനസ് ഉള്ളത് കൊണ്ടാണ് ആ ഫാമിലിയുടെ പേര് റെനങ്കുലീസി എന്ന് വന്നത്. അപ്പൊ ഇവിടെ ഈ ജീനസ് നെയിമിനെ നമ്മൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ജീനസ് നെയിമിനെ സംരക്ഷിക്കപ്പെടണം. ഇതേപോലെ ഫാമിലിയുടെ പേരും സംരക്ഷിക്കപ്പെടണം. വളരെ കാലമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫാമിലി പേരുകൾ പിന്നീട് മാറ്റാൻ കഴിയില്ല. വളരെ പ്രാചീനമായിട്ട് ഉപയോഗിച്ച് വളരെയധികം കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പേരുകൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല, അതിനെ സംരക്ഷിക്കേണ്ടി വരും. അതാണ് നോമിന ഫെമിലിയാരം കൺസർവേന്റ എന്ന് പറയുന്നത്, നിലനിർത്തേണ്ട കുടുംബ പേര്. ആൻജിയോസ്പെർമുകളിലെ 8 ഫാമിലീസിന്റെ പേര് നിയമങ്ങൾ അനുസരിച്ചല്ല ഉണ്ടാക്കിയിരുന്നത്. അതായത് ഒരു കുടുംബത്തിന്റെ പേര്, ഫാമിലിയുടെ പേര് കൊടുക്കുമ്പോൾ ആ ടൈപ്പിലെ ജീനസിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് വേണം കുടുംബ പേര് ഉണ്ടാക്കാൻ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. എന്നാൽ അത് പാലിക്കാത്ത 8 ഫാമിലീസിന്റെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ പഴയ പേരുകളും സാധ്യത ഉള്ള പേരുകൾ തന്നെയായിരുന്നു, വാലിഡ് ആയിട്ട് അവർ പ്രസിദ്ധീകരിച്ചതായിരുന്നു. പക്ഷെ ടൈപ്പിന്റെ നിയമം ഫോളോ ചെയ്തിട്ടല്ല ഈ പേരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ക്രൂസിഫറെ എന്ന ഫാമിലിയിൽ ശരിക്കും പറഞ്ഞ ടൈപ്പിന്റെ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ അതിന്റെ ജീനസ് ടൈപ്പിന്റെ പേരിലായിരിക്കും അത് അറിയപ്പെടേണ്ടത്. ക്രൂസിഫറയ്ക്കകത്ത് ക്രൂസിഫറ എന്നൊരു ജീനസ് ഇല്ല. ആ ഫാമിലിയിൽ ഒരിടത്ത് പോലും ക്രൂസിഫറ എന്ന പേരിൽ തുടങ്ങുന്ന ഒരു ടൈപ്പ് ജീനസ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ പേര് മാറ്റി ബ്രാസിക്കേസി എന്നാക്കി. എന്തുകൊണ്ട് ഫാമിലിയുടെ പേര് ബ്രാസിക്കേസി എന്നാക്കി? കാരണം അതിന്റെ ടൈപ്പ് ജീനസ് ബ്രാസിക്ക എന്ന ടൈപ്പ് ജീനസ് ആ ഫാമിലി ഉള്ളത് കൊണ്ട് ആ ടൈപ്പ് ജീനസിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് പുതിയ ഫാമിലിയുടെ പേരും കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ബ്രാസിക്കേസി. അപ്പോൾ ഇവിടെ ബ്രാസിക്കേസി എന്ന പേരും നിലനിർത്തേണ്ട ആവശ്യമാണ്. കാരണം ടൈപ്പ് ജീനസിന്റെ പേര് തന്നെ ആയിരിക്കണം ഫാമിലിക്ക് നൽകേണ്ടത്. അതുകൊണ്ട് ഈ പേരും നിലനിർത്തുന്നു. അതോടൊപ്പം പഴയ പേര് യൂസ് ചെയ്യുന്നുണ്ട്, എങ്കിലും അത് വാലിഡ് ആയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. ഗട്ടിഫറെ മറ്റൊരു ഫാമിലിയുടെ പേരായിരുന്നു ഗട്ടിഫറെ. ഈ ഫാമിലിയിൽ ഗട്ടിഫറ എന്നൊരു ജീനസിൽ ഒരു സ്പീഷീസും ഇല്ലാത്തതിനാൽ ഇതിന്റെ പേര് മാറ്റി ക്ലൂസിയേസിക്ക് നാക്കി. എന്തുകൊണ്ട് ക്ലൂസിയേസി എന്നാക്കി? കാരണം ക്ലൂസിയ എന്ന ടൈപ്പ് ജീനസിൽ ഉള്ളത് കൊണ്ടാണ് ക്ലൂസിയസ് എന്ന പേര് മാറ്റിയത്. അതുപോലെ ലെഗ്യൂമിനേസി എന്ന പേര് മാറ്റാൻ കാരണം അതിനകത്ത് ലെഗ്യൂമിനോ അല്ലെങ്കിൽ ലെഗ്യൂമിനോസ എന്നിൽ തുടങ്ങുന്ന ഒരു ജീനസ് പോലും ഇല്ലാത്തത് കൊണ്ട് ഫാബെ എന്ന ടൈപ്പ് ജീനസിന്റെ ഫലമായി ഫാബിയസിന്റെ പേര് മാറ്റി. അമ്പല്ലിഫെറെ, മല്ലിയുടെ കുടുംബമാണ് അമ്പല്ലിഫെറെ. അമ്പല്ലിഫെറ എന്ന വാക്കിൽ തുടങ്ങുന്ന ഒരു ജീനസും ഇല്ലാത്തതിനാൽ എപ്പിയം എന്ന ടൈപ്പ് ജീനസിനെ ആസ്പദമാക്കി എപ്പിയേസി എന്ന പുതിയ പേര് കൊണ്ടുവന്നു. കമ്പോസിറ്റ്, സൂര്യകാന്തി കുടുംബത്തിലെ കമ്പോസിറ്റ് എന്ന ജീനസ് ഇല്ലാത്ത ടൈപ്പ് ജീനസ് ഇല്ലാത്തതിനാൽ ആസ്റ്റർ എന്ന ടൈപ്പ് ജീനസിനെ അനുസരിച്ച് ആസ്റ്ററേസി എന്ന പേര് മാറ്റി. അതുപോലെ ലേബിയറ്റ്, തുമ്പയുടെ കുടുംബമാണ്. ലാമിയം എന്ന ടൈപ്പ് ജീനസ് ഉള്ളത് കൊണ്ട് അതിന്റെ പേര് ലാമിയേസി എന്നാക്കി. പാമെ, പനകളുടെയൊക്കെ ഫാമിലിയാണ്. അരേക്ക എന്ന ടൈപ്പ് ജീനസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പേര് പാമെ എന്ന് മാറ്റി പകരം അരക്കേസി എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമിനെ, പുല്ലുകുടുംബത്തിന്റെ പേര് പൊയേസി എന്നാക്കി. എന്തുകൊണ്ടായിരിക്കാം? പൊയ എന്നൊരു ടൈപ്പ് ജീനസ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ പേര് പൊയേസി എന്നാക്കിയത്. അപ്പൊ ഇവിടെ ഫാമിലിയുടെ പേരുകൾ നിലനിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതിന് ടൈപ്പ് ജീനസ് അനുസരിച്ചിട്ട് വേണം പേര്
നൽകാൻ നമ്മൾ റൂളിലും നോമൻക്ലേച്ചർ ടൈപ്പിന്റെ റൂളിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നിയമം അനുസരിച്ച് നമുക്ക് ഈ പേരുകളും നിലനിർത്തേണ്ടി വന്നു. അതാണ് നോമിന, ഫെമിലിയാരം, കൺസർവേറ്റർ. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ പഴയ കാലങ്ങളിൽ വളരെ കാലമായിട്ട് ഉപയോഗിച്ചിരുന്ന പേരുകളാണ്. അതും ഇതോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. പഴയ പേരിങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്, സിനാണിം പോലെ കൊടുക്കുന്നുണ്ടെങ്കിലും പുതുതായിട്ട് ഉപയോഗിക്കുന്ന പേരുകളാണ് ബ്രാസിക്കസി, ക്രൂസിയസി ഉള്ളത്. അത് സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാന്റ് നോമൻക്ലേച്ചർ എന്ന ടോപ്പിക് ആയിരുന്നു. അതിന്റെ 3-ാമത്തെയും 4-ാമത്തെയും റൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ മറ്റു റൂൾസുകളായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.